അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ചായക്കുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഡലി പാത്രമൊക്കെ വെച്ച് ഇഡലിയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഗ്യാസുമ്മ വെച്ചിട്ട് ഒരനക്കമല്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസും കുറ്റി പുറത്തുണ്ട്, അത് പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കണം. ഉപ്പയാണെങ്കിൽ ഇവിടെ അല്ല. എനിക്കാണെങ്കിൽ ഭാരമുള്ളതൊന്നും അങ്ങനെ പൊന്തിക്കാനൊന്നും പറ്റൂല. ഈ ഹെർണിയൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ ഭാരമില്ല അങ്ങനെ പൊന്തിക്കാൻ പറ്റൂല. എന്തായാലും ഞാനും അജും ഉമ്മയും കൂടിയിട്ട് ഗ്യാസും കുറ്റിയൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. ഈ രാവിലെയൊക്കെ ഗ്യാസ് കഴിഞ്ഞാൽ ആകെ ഗതിയിടും. സ്കൂളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കറിയൊക്കെ ശരിയാക്കി എടുക്കുന്നത്. ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതാവുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കാനും സിമ്പിളാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുവും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ കറി റെഡിയായി. അജുവിൻ്റെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഓന് ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഓനെ വേഗം തന്നെ കൊണ്ടാക്കി കൊടുത്തു. ഈ സമയത്ത് മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് മീനുണ്ട്. അതിട്ട് ഞങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴേ ഒരു വന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. അത് കുറച്ച് നേരം നോക്കിയിരുന്നു. വീടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരു മീൻ. ഇതൊക്കെ അജുവിൻ്റെ പണിയാണ്. ഇത് അയിലാശ്ശേരിന്ന് ഒരു ദിവസം കൊണ്ടുവന്നതാണ് കേട്ടോ. പുറത്തുള്ള മീൻ, മറ്റത് വാങ്ങിയതാണ്. ഇതാണ് ആ മീൻ. ഇതിന് പിന്നെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റൊക്കെ അടിച്ചു വരാൻ പോവാണ്. ലൂലു ഇതിൻ്റെ ഇടയിൽ മദ്രസൊക്കെ വിട്ട് വന്നിട്ട് ലൂലു ഐശുട്ടിയുടെ ചായ എടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പാത്രങ്ങൾ കഴുകി കഴിഞ്ഞിട്ടാണ് അടുപ്പിൽ തീ മൂട്ടണത്. സ്കൂളുണ്ടെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചോറും കറിയൊക്കെ റെഡിയാവും. വേറെ പണിയൊന്നും ഒരുങ്ങിയിട്ടുണ്ടാവില്ല. ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളില്ലാത്ത ദിവസമാണ്. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചപ്പോഴാണ് മീൻകാരൻ്റെ ഒച്ചയിട്ടത്. അപ്പം മീനൊക്കെ പോയിട്ട് വാങ്ങി. മീനൊക്കെ ഭയങ്കര വിലയാണ്. എനിക്ക് കിട്ടിയത് അയിലച്ചമ്പാനും വത്തലുമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലക്കാനുണ്ടായിരുന്നു കുറച്ച്, അത് മെഷീനിലിട്ടു. ഇന്ന് ചക്കക്കുരും മുരിങ്ങയാണ് കേട്ടോ കറി വെക്കണത്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരും തന്നെ ഇതിൻ്റെ ഇടയിൽ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കീറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മുരിങ്ങക്ക് പോയി. മുരിങ്ങ കൊണ്ടുവന്നപ്പോഴേക്ക് ചോറും ആയിട്ടുണ്ട്. റേഷൻ പീടികത്തെ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവുന്നത് കിട്ടും, ഒരു 10 മിനിറ്റ് മതി. അങ്ങനെ മുരിങ്ങൊക്കെ ഇവിടെ ഊരിയെടുത്തു. ചക്കക്കുരു തന്നെ ഒരു 2-3-4 വിസിലൊക്കെ ആയപ്പോൾ കുക്കർ ഓഫാക്കിയെടുത്തു. നല്ല പോലെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുരിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തൂമിച്ചെടുക്കാനുണ്ട്. വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് അതും തൂമിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. ഉപ്പേരിയൊന്നും ഉണ്ടാക്കണില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ നന്നാക്കിയൊക്കെ എടുത്തത്. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് അടിച്ചു വാരൽ തുടക്കൽ അതൊക്കെ വലിയ മോള് ചെയ്തോളും. അങ്ങനെ മീനക്കുള്ള മസാല ഒക്കെ ഇവിടെ കൂട്ടുകയാണ്. എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് മീനെ നല്ല പോലെ മിക്സ് ചെയ്യുക. മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഐശുട്ടിനെയും അജുവിനൊക്കെ കുളിപ്പിക്കാനും എനിക്ക് കുളിക്കാനും അങ്ങനെയൊക്കെ പോയി. കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.